ഈ വീഡിയോയ്ക്കകത്ത് ഇലക്ട്രോണിക് സർക്യൂട്ട്സിലെ സെനർ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഇറ്റ് ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് വിച്ച് ജനറേറ്റ് കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ്. ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ഡിവൈസിനെയാണ് നമ്മൾ വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പം വോൾട്ടേജ് റെഗുലേഷൻ നടത്തുന്നത് എന്തിനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ സപ്ലൈ വോൾട്ടേജിൽ അല്ലെങ്കിൽ ലൈൻ വോൾട്ടേജിൽ വോൾട്ടേജ് ഫ്ലക്ച്വേഷൻസ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് ഡാമേജ്ഡ് ആവാം. അപ്പം അതിൽ നിന്ന് ഡിവൈസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പം എ വോൾട്ടേജ് റെഗുലേറ്റർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് which generate constant output DC voltage in spite of the AC input voltage fluctuations or changes in load resistance. അതാണ് വോൾട്ടേജ് റെഗുലേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വോൾട്ടേജ് റെഗുലേറ്റേഴ്സ് അവൈലബിൾ ആണ്. അപ്പം അതിൽ വരുന്ന ഒന്നാണ് സെനർ വോൾട്ടേജ് റെഗുലേറ്റർ. ഈ സെനർ വോൾട്ടേജ് റെഗുലേറ്ററിനെ സെനർ ഡയോഡ് ഷണ്ട് റെഗുലേറ്റർ എന്നും വിളിക്കുന്നുണ്ട്. കാരണം സെനർ ഡയോഡ് ഇതിൽ ഈ ഒരു സർക്യൂട്ടിനകത്ത് അല്ലെങ്കിൽ ഈ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടിനകത്ത് സെനർ ഡയോഡ് ഷണ്ടായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, പാരലായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് ഈ വോൾട്ടേജ് റെഗുലേറ്റർ സർക്യൂട്ടിനെ സെനർ ഡയോഡ് ഷണ്ട് റെഗുലേറ്റർ എന്നും വിളിക്കുന്നത്. അപ്പം ഒരു സെനർ വോൾട്ടേജ് റെഗുലേറ്ററിൽ ഒരു സിമ്പിൾ സർക്യൂട്ടാണ് തന്നിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് ഇൻപുട്ട് സപ്ലൈ വരുന്നുണ്ട്. ഇൻപുട്ട് സപ്ലൈ എന്ന് പറയുന്നത് നമ്മുടെ അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള വോൾട്ടേജ്, അതാണ് VS, നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ്. ദെൻ RS എന്ന് പറയുന്ന ഒരു സീരീസ് റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ സെനർ ഡയോഡ് റിവേഴ്സ് ബയാസിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദെൻ ഒരു ലോഡ് റെസിസ്റ്റർ സെനർ ഡയോഡിന് പാരലലി കണക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ റെഗുലേറ്റഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത് ലോഡ് റെസിസ്റ്ററിനെ അക്രോസ് ആണ് ഔട്ട്പുട്ട് വോൾട്ടേജ് എടുക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് സെനർ ഡയോഡ് റിവേഴ്സ് ബയാസിലാണ് കണക്ട് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞു. അപ്പം റിവേഴ്സ് ബയാസിൽ സെനർ ഷോ ചെയ്യുന്നൊരു പ്രോപ്പർട്ടിയാണ് അതിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ എന്ന് പറയുന്നത്. അപ്പം സെനറിൻ്റെ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത്, ഇതിലേക്ക് കൊടുക്കുന്ന റിവേഴ്സ് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ബ്രേക്ക് ഡൗൺ വോൾട്ടേജിൽ ബ്രേക്ക് ഡൗൺ നടക്കും. ആ സമയത്ത് അതൊരു പെർട്ടിക്കുലർ വോൾട്ടേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അത്രയും റീജിയനാണ് നമ്മൾ എന്ത് വിളിക്കുക, ബ്രേക്ക് ഡൗൺ റീജിയൻ. ആ പെർട്ടിക്കുലർ റീജിയനിൽ അത് വോൾട്ടേജ് റെഗുലേഷൻ ചെയ്യുന്നുണ്ട്, വെച്ചാൽ കോൺസ്റ്റൻ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് സെനർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം സെനർ ഡയോഡിനെ റിവേഴ്സ് ബയാസിൽ ഓപ്പറേറ്റ് ചെയ്ത് അതിൻ്റെ വോൾട്ടേജ് റെഗുലേഷൻ പ്രോപ്പർട്ടിയാണ് ഇവിടെ വോൾട്ടേജ് റെഗുലേറ്റർ നമ്മൾ സെനർ ഡയോഡ് യൂസ് ചെയ്ത് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ആ പ്രോപ്പർട്ടിയാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഇവിടെ സെനർ ഡയോഡിന് നമ്മൾ റിവേഴ്സ് ബയാസിൽ കണക്ട് ചെയ്തു. ദെൻ ഒരു സീരീസ് റെസിസ്റ്ററും ലോഡ് റെസിസ്റ്ററും. ഇവിടെ സെനർ ഡയോഡും ലോഡ് റെസിസ്റ്ററും പാരലലിയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്. സോ എടുക്കുന്ന ഔട്ട്പുട്ട് റെഗുലേറ്റഡ് വോൾട്ടേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സെനർ വോൾട്ടേജ് തന്നെയാണ് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടുക. കാരണം ഒരു പാരലൽ സർക്യൂട്ടിൽ വോൾട്ടേജ് സെയിം ആണ്. സോ ഇവിടെ സെനറും അതേപോലെ തന്നെ ലോഡ് റെസിസ്റ്ററും രണ്ടും പാരലൽ ബ്രാഞ്ചസ് ആണ്. സോ പാരലൽ ബ്രാഞ്ചസിൽ ഉണ്ടാവുന്ന വോൾട്ടേജസ് സെയിം ആണ്. സോ ഔട്ട്പുട്ടിലുണ്ടാവുന്ന റെഗുലേറ്റഡ് വോൾട്ടേജ് VL എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് VZ തന്നെയാണ് നമുക്ക് കിട്ടുക. അപ്പം സെനർ വോൾട്ടേജ് റെഗുലേറ്ററിലെ അതിലെ കണ്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഇൻപുട്ട് അൺറെഗുലേറ്റഡ് വോൾട്ടേജ് കൊടുക്കുന്നു. ദെൻ അതിലൊരു സീരീസ് റെസിസ്റ്റൻസ് ഉണ്ട്. ദെൻ ഒരു സെനർ ഡയോഡ് ഷണ്ടായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഒരു ലോഡ് റെസിസ്റ്റർ വരുന്നുണ്ട്. ഇതിലെ RS എന്ന് പറയുന്ന ഒരു സീരീസ് റെസിസ്റ്ററിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് അതൊരു കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററാണ്. അതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് സെനർ ഡയോഡിലേക്കുള്ള കറൻറ്റിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സീരീസ് റെസിസ്റ്റൻസ് RS എന്ന് പറയുന്ന റെസിസ്റ്റൻസ് യൂസ് ചെയ്യുന്നത്. കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ എന്നാണ് അതിന്
വിളിക്കുന്നത് തന്നെ. ഇനി ഇതിൻ്റെ അകത്ത് IS എന്ന് പറയുന്ന കറൻറ്റ് ഫ്ലോ ചെയ്യുന്നുണ്ട്. RSലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റിനെ IS എന്നും സെനർ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റിനെ IZ എന്നും ലോഡ് റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റിനെ IL എന്നും വിളിച്ചു. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും, സപ്ലൈ വോൾട്ടേജ് കൊടുക്കുന്ന സമയത്ത് ഒരു ഇൻപുട്ട് കറൻറ്റ് IS വരും. അത് ഈ ഒരു പെർട്ടിക്കുലർ നോഡിലെത്തുമ്പം സെനർ കറൻറ്റായിട്ടും ദെൻ ലോഡ് കറൻറ്റായിട്ടും ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. ദെൻ നമുക്കിനി അതിൻ്റെ IS എങ്ങനെയെന്നുള്ളത് നോക്കാം. IS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ ഓർ RS ആണ്. അതിന് നമുക്ക് IS എന്നാണ് വിളിച്ചത്, IS. അപ്പം IS നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? നമുക്ക് ഓംസ് ലോ അറിയാം, I = V/R. ഇവിടുത്തെ വോൾട്ടേജ് എന്താണ് വരിക? ഇവിടുത്തെ വോൾട്ടേജ് എന്ന് പറയുമ്പം RSലുണ്ടാവുന്ന വോൾട്ടേജ് എന്താ വരിക? IS എന്ന് പറയുമ്പം ഇതിൽ IS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ ഡിവൈഡഡ് ബൈ റെസിസ്റ്റർ. ഇവിടുത്തെ റെസിസ്റ്റർ എന്ന് പറയുമ്പം RS ആണ് വരുന്നത്. പക്ഷെ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ അറിഞ്ഞൂടാ. അതെങ്ങനെ കണ്ടുപിടിക്കും? അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ സപ്ലൈ വോൾട്ടേജ് ആൻഡ് സെനർ വോൾട്ടേജ്. ഇവിടെ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് എവിടെയൊക്കെ ഡ്രോപ്പ് നടക്കും? കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിൽ ഡ്രോപ്പ് ആവും, പിന്നെ സെനർ വോൾട്ടേജിലും ഡ്രോപ്പ് ആവും. അപ്പോൾ എപ്പോഴും നമുക്കൊരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള റെഗുലേറ്റഡ് വോൾട്ടേജാണ് ഔട്ട്പുട്ടിൽ ജനറേറ്റ് ചെയ്യുന്നത്. അപ്പം സെനർ എന്ന് പറയുന്നത് ഒരു സർക്യൂട്ടിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ദെൻ അവിടെ കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ ഉണ്ടായിരിക്കും. ആ കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിന് അക്രോസ് വോൾട്ടേജിൻ്റെ ഡ്രോപ്പ് ഉണ്ടായിരിക്കും. സോ വോൾട്ടേജ് അക്രോസ് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ നമുക്ക് എങ്ങനെ എഴുതാം? VS - VZ. സോ നമുക്ക് VRS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വോൾട്ടേജ് അക്രോസ് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിനെ അൺറെഗുലേറ്റഡ് സപ്ലൈ വോൾട്ടേജ് മൈനസ് സെനർ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ വോൾട്ടേജ് ഇൻ ടേംസ് ഓഫ് വോൾട്ടേജ് ആകുമ്പോൾ VS - VZ. നമുക്കിനി കറൻറ്റ് ത്രൂ ദ കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ IS എന്ത് കിട്ടും? VRS ഡിവൈഡഡ് ബൈ RS = VRS കണ്ടുപിടിച്ചു, VS - VZ divided by RS. So current through the current limiting resistor എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VS - VZ divided by RS. VS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൺറെഗുലേറ്റഡ് വോൾട്ടേജ് ആണ്, VZ എന്ന് പറഞ്ഞാൽ സെനർ വോൾട്ടേജ് ആണ്, ആൻഡ് RS എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ ആണ്. ഇനി നമ്മൾ ഈ സെനർ ഡയോഡിനെ ഐഡിയൽ കേസ് ആണെന്നുണ്ടെങ്കിൽ, ഒരു ഐഡിയൽ സെനർ ഡയോഡ് ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജാണ് ജനറേറ്റ് ചെയ്യുക. അപ്പം ഐഡിയൽ ആണെന്നുണ്ടെങ്കിൽ ആ സെനർ ഒരു കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് VZ എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് വോൾട്ടേജ് ജനറേറ്റ് ചെയ്യും. പക്ഷെ ഐഡിയലിൽ നമ്മൾ പ്രാക്ടിക്കലി ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് ഡ്രോപ്പ് ഉണ്ടായിരിക്കും. കാരണം അതിനൊരു ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ഉണ്ടായിരിക്കും സെനർ ഡയോഡിന്. ആ സെനർ റെസിസ്റ്ററിനെ വിളിക്കുന്നതാണ് RZ. അപ്പം ഒരു സെനർ റെസിസ്റ്റൻസ് ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു ഡ്രോപ്പ് ഉണ്ടായിരിക്കും. സോ ഔട്ട്പുട്ട് വോൾട്ടേജ് പ്രാക്ടിക്കൽ കേസിൽ VL = VZ + IZ × RZ. IZ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറൻറ്റ് ത്രൂ ദ സെനർ റെസിസ്റ്റർ, RZ എന്ന് പറയുമ്പോൾ സെനർ റെസിസ്റ്റൻസ്. സോ VL = VZ + IZ × RZ. ഇനി നമ്മൾ ഈ പ്രാക്ടിക്കൽ കേസിൽ RZനെ സപ്പോസ് നെഗ്ലിജിബിൾ ആണെന്ന് കൺസിഡർ ചെയ്യുക. RZന് വെരി വെരി സ്മോൾ വാല്യൂ. സോ നമുക്കതിനെ അങ്ങ് കളയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? VL = VZ എന്ന് കിട്ടും. അപ്പം ലോഡ് വോൾട്ടേജ് സെനർ വോൾട്ടേജ്. അപ്പം ലോഡ് വോൾട്ടേജ് സെനർ വോൾട്ടേജ് എന്ന് പറയുമ്പോൾ എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഔട്ട്പുട്ട് വോൾട്ടേജ് നമുക്ക് കിട്ടും. ദെൻ അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ലോഡ് കറൻറ്റ് കണ്ടുപിടിച്ചൂടെ? IL = VL divided by RL. ഓംസ് ലോ തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്തിട്ടുള്ളത്. ഇവിടെ ഈ വരുന്ന കറൻറ്റ് IS എന്ന് പറയുന്ന കറൻറ്റ്
IS എന്ന് പറയുന്ന കറൻറ്റാണ് സെനറിലേക്കും ലോഡ് റെസിസ്റ്ററിലേക്കും ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. സോ IS ഈക്വൽ ടു IZ പ്ലസ് IL എന്ന് എഴുതിക്കൂടെ. IS ഈക്വൽ ടു IZ പ്ലസ് IL. ഇതിൽ നിന്ന് നമുക്ക് IZ ഈക്വൽ ടു സെനർ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? IS മൈനസ് IL. അപ്പോൾ ഇവിടെ കണ്ടുപിടിച്ചത് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് കണ്ടുപിടിച്ചു. ആൻഡ് സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് കണ്ടുപിടിച്ചു. അപ്പം ഇത്രയും കാര്യമാണ് ബേസിക്കായിട്ട് സെനർ ഡയോഡ് ഷണ്ട് റെഗുലേറ്ററിൻ്റെ കൺസ്ട്രക്ഷൻ്റെ അകത്ത് വരുന്നത്. ദെൻ നമുക്കിനി അതിൻ്റെ വർക്കിംഗ് നോക്കാം. വർക്കിംഗ് 2 സ്റ്റെപ്പായിട്ടാണ് പറയുന്നത്. നമ്മൾ പറയുന്നുണ്ട് ഒരു റെഗുലേറ്റർ എന്ന് പറയുമ്പോൾ ഇറ്റ് ജനറേറ്റ് എ കോൺസ്റ്റൻറ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഇൻ സ്പൈറ്റ് ഓഫ് ദ വേരിയേഷൻ ഇൻ ഇൻപുട്ട് വോൾട്ടേജ് ആൻഡ് ചേഞ്ചസ് ഇൻ ലോഡ് റെസിസ്റ്റൻസ്. അപ്പം 2 രീതിക്കാണ് നമ്മൾ റെഗുലേഷന് സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിരിക്കുന്നത്. അപ്പം ഫസ്റ്റ് വണ്ണാണ് റെഗുലേഷൻ വിത്ത് വേരിയിങ് ഇൻപുട്ട് വോൾട്ടേജ്. ഇൻപുട്ട് വോൾട്ടേജ് ചേഞ്ച് ചെയ്താലും നമുക്ക് ഔട്ട്പുട്ട് വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ടിൽ കോൺസ്റ്റൻ്റ് ഔട്ട്പുട്ട് വോൾട്ടേജ് കിട്ടണം. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ലോഡ് ചേഞ്ച് ചെയ്യുന്ന സമയത്തും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അപ്പം ലോഡ് ചേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ നമ്മൾ കൂടുതൽ ലോഡ് വലിക്കുന്ന സമയത്തും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കണം. അപ്പോൾ ഒരു വീട്ടിൽ നമ്മൾ കൂടുതൽ ലോഡ് വലിക്കുന്ന സമയത്ത് നമ്മുടെ പാരലലി ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വേറെയും യൂസ് ചെയ്യുന്നുണ്ടാവും. ആ സമയത്ത് ആ എക്യുപ്മെൻറ്റ്സിലേക്കുള്ള വോൾട്ടേജ് ഡൗൺ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിവൈസ് ഡാമേജ് ആവും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ആ ഡിവൈസിലേക്ക് കയറുന്ന റെഗുലേറ്ററിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കണം. അതാണ് സെക്കൻഡ് കേസ്. സെക്കൻഡ് കേസ് എന്ന് പറയുന്നത് ഒന്നും കൂടെ പറയാം. ലോഡ് റെസിസ്റ്റൻസ് ലോഡ് ചേഞ്ച് ചെയ്താലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. 2 കേസായിട്ടാണ് വർക്കിംഗ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ റെഗുലേഷൻ വിത്ത് വേരിയിങ് ഇൻപുട്ട് വോൾട്ടേജ് നോക്കാം. ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്താലും ഔട്ട്പുട്ട് വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കണം. അതെങ്ങനെയെന്നുള്ളതാണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഇതിൻ്റെ സർക്യൂട്ടിൻ്റെ അകത്ത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് വേരിയബിളാണ്, സപ്ലൈ വോൾട്ടേജ് വേരിയബിളാണ്. ഒരു വേരിയബിൾ സപ്ലൈൻ്റെ സിമ്പിളാണ് മാർക്ക് ചെയ്തിട്ടുള്ളത്. ദെൻ കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ, സെനർ ഡയോഡ് ആൻഡ് ലോഡ് റെസിസ്റ്റർ. ലോഡ് റെസിസ്റ്റർ ഫിക്സഡ് ആണ്. വേരി ചെയ്യുന്നത് ഏതാണ്? ഇൻപുട്ട് വോൾട്ടേജ് ആണ് വേരി ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ലോ വാല്യൂ തൊട്ടിട്ട് ഹൈ വാല്യൂ വരെ നമുക്കിതിനെ വേരി ചെയ്യാം. സപ്പോസ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് VS എന്ന് പറയുന്നത് ഒരു ലാർജ് വാല്യൂ ആണെന്ന് നമുക്ക് അസ്യൂം ചെയ്യാം. സപ്പോസ് VS എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാം. VS ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പം എന്ത് നടക്കും? ഇവിടുത്തെ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുമ്പം IS ഇൻക്രീസ് ചെയ്യും. IS ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നടക്കുന്നത്? സെനർ ഡയോഡിലൂടെയുള്ള കറൻറ്റും ഇൻക്രീസ് ചെയ്യും. IZ ഇൻക്രീസ് ചെയ്യും. ഏതിനെ എഫക്റ്റ് ചെയ്യൂല? ILനെ എഫക്റ്റ് ചെയ്യൂല. കാരണം എന്താണ്? RL ഫിക്സഡ് ആണ്. ലോഡ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ലോഡ് ഫിക്സ് ചെയ്യുമ്പം അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റും ഫിക്സഡ് ആയിരിക്കും. സോ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടിയാലും ഏതേ കൂടുള്ളൂ? ഇൻപുട്ട് കറൻറ്റേ കൂടുള്ളൂ. ഇൻപുട്ട് കറൻറ്റ് കൂടുമ്പം സെനർ കറൻറ്റ് കൂടും. സെനർ കറൻറ്റ് കൂടും, പക്ഷേ ലോഡ് കറൻറ്റ് ഫിക്സ് ചെയ്ത് വെക്കും. അപ്പം ഇൻപുട്ട് കറൻറ്റ് കൂടിയ സമയത്ത് IS കൂടി എന്ന് പറഞ്ഞു. IS കൂടുമ്പോൾ നമുക്ക് എന്തും കൂടെ കിട്ടും? വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് RSഉം കൂടും. വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് RS കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? ഇപ്പം നമ്മൾ പറഞ്ഞു നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് ഹൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ VS എന്ന് പറയുന്നത് ഹൈ ഇൻപുട്ട് വോൾട്ടേജ് ആണ്. VS ഈക്വൽ ടു എന്താണ്? ഈ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് എവിടെയൊക്കെ ഡ്രോപ്പായി പോവും? RSലൂടെയും ഡ്രോപ്പായി പോവും ആൻഡ് ദെൻ സെനറിലൂടെയും ഡ്രോപ്പായി പോവും. അപ്പം നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കൂട്ടിയപ്പോൾ പറഞ്ഞു IS കൂടി. IS കൂടുമ്പം എന്ത് കൂടും? വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് RS കൂടും. അപ്പം IS കൂടുമ്പം വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് RS കൂടും.
അപ്പം ആര് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും? ജനറിലെ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇത് വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്ന, ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസ് ആവുന്ന കേസിൽ. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ട് വോൾട്ടേജ് ഡിക്രീസ് ആവുന്ന കേസ് നോക്കാം. അപ്പം ഇൻപുട്ട് വോൾട്ടേജ് ഡിക്രീസ് ആവുന്ന കേസ്, അല്ലെങ്കിൽ ഒരു ചെറിയ വാല്യൂ കൊടുക്കുന്ന സമയത്ത്, ആ സമയത്ത് എന്തുണ്ടായിരിക്കും? ഇൻപുട്ട് കറൻറ്റ് IS എന്താണ്? ഡിക്രീസ് ചെയ്യും. ഇൻപുട്ട് വോൾട്ടേജ് കുറയുമ്പം ഇൻപുട്ട് കറൻറ്റ് കുറയും. ഇൻപുട്ട് കറൻറ്റ് കുറയുമ്പം ജനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് കുറയും. കാരണം IL ഫിക്സഡ് ആണ്, RL ഫിക്സഡ് ആയതുകൊണ്ട് തന്നെ IL ഫിക്സ്ഡ് ആണ്. സോ എവിടെയാണ് വേരിയേഷൻ നടക്കുക? ജനറൽ കറൻറ്റിലാണ് വേരിയേഷൻ നടക്കുക. IZ കുറയും. അപ്പം IZ കുറയുക, IS കുറയുമ്പം വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് ഏത് കുറയും? RS കുറയും. അപ്പോഴും ജനറൽ ഡയോഡിലൂടെ ഉണ്ടാവുന്ന കറൻറ്റ് കുറവാണെങ്കിലും അവിടെ ബ്രേക്ക് ഡൗൺ നടക്കും. ഒരു പെർട്ടിക്കുലർ വോൾട്ടേജ് നമുക്ക്, അല്ലെങ്കിൽ ജനറൽ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ഔട്ട്പുട്ടിൽ കിട്ടും. കാരണം അവിടെ IL കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. അപ്പം ഈ കേസിൽ വോൾട്ടേജ് കുറയുന്ന കേസിൽ എന്ത് നടക്കും? IS എന്ന് പറയുന്നത് കുറയും. സോ ഇവിടെ വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് ഓൾസോ ഡിക്രീസസ്. വോൾട്ടേജ് ഡ്രോപ്പ് എക്രോസ് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റൻസ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക? VLഉം ILഉം കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. VL ആൻഡ് IL കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഇതാണ് വേരിയേഷൻ ഇൻ ദ ഇൻപുട്ട് വോൾട്ടേജ് വരുന്ന കേസിൽ റെഗുലേഷൻ എങ്ങനെ നടക്കണമെന്നുള്ളത്. അപ്പം ഇത്രയാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ വരുന്നത്. ആസ് ദ ഇൻപുട്ട് വോൾട്ടേജ് ഇൻക്രീസസ്, ഇൻപുട്ട് കറൻറ്റ് ഇൻക്രീസസ്. ദിസ് ഇൻക്രീസസ് ദ കറൻറ്റ് ത്രൂ ദ ജനറൽ ഡയോഡ് വിതൗട്ട് എഫക്റ്റിംഗ് ദ ലോഡ് കറൻറ്റ്. The increase in the input current will also increase the voltage drop across series resistance, thereby keeping the load voltage constant. If the input voltage is decreased, the input current also decreases. Due to this, the current through the zener also decreases. The voltage drop across series resistance will be reduced. Thus, the load voltage and load current remains constant. സെക്കൻഡ് കേസാണ് റെഗുലേഷൻ വിത്ത് വേരിയിങ് ലോഡ് റെസിസ്റ്റൻസ്. ഇവിടെ ലോഡ് റെസിസ്റ്റൻസ് ആണ് ചേഞ്ച് ചെയ്യുന്നത്. ലോഡ് റെസിസ്റ്റൻസ് ചേഞ്ച് ചെയ്യുമ്പോൾ എന്ത് നടക്കും? ലോഡ് കറൻറ്റ് വേരിയേഷൻ നടക്കും. ഇവിടെ നമ്മൾ കൊടുക്കുന്ന സപ്ലൈ വോൾട്ടേജ് ഫിക്സഡ് ആണ്. അപ്പം RL വേരിയബിൾ ആണ്. RL ഹൈ ആയിരിക്കുന്ന സമയത്ത് അതിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട്, അല്ലെങ്കിൽ ലോഡ് കറണ്ട് എന്ന് പറയുന്നത് ചെറുതാണ്. ഇതേപോലെ RL വേരി ചെയ്ത് ലോ വാല്യൂയിലേക്ക് വേരി ചെയ്യുമ്പം അവിടുത്തെ കറണ്ട് എന്തായിരിക്കും? ഹൈ ആയിരിക്കും. അപ്പം ലോഡ് റെസിസ്റ്റൻസ് വേരി ചെയ്യുന്നതിനനുസരിച്ച് എങ്ങനെ റെഗുലേഷൻ നടക്കണമെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് ഫിക്സ്ഡ് ആക്കി വെച്ചു, ലോഡ് റെസിസ്റ്റൻസ് വേരി ചെയ്യും. അപ്പോൾ വേരിയേഷൻ ഇൻ ദ ലോഡ് റെസിസ്റ്റൻസ് ചേഞ്ചസ് ദ കറൻറ്റ് ത്രൂ ഇറ്റ്. അപ്പം അതിലൂടെ കറൻറ്റ് ചേഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പം റെസിസ്റ്റൻസ് വേരി ചെയ്യുമ്പം അവിടുത്തെ വോൾട്ടേജും ചേഞ്ച് വരും. ഇനി നമ്മുടെ ലോഡ് റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യാം. RL ഡിക്രീസ് ചെയ്യുന്ന കേസിൽ, RL ചെറിയ വാല്യൂ, RL ഡിക്രീസ് ചെയ്യുന്ന കേസിൽ അവിടുത്തെ ലോഡ് കറൻറ്റ് നമ്മൾ ഇൻക്രീസ് ചെയ്യുമെന്ന് പറഞ്ഞു. ലോഡ് കറൻറ്റ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുക? ജനർ കറൻറ്റ് ഡിക്രീസ് ചെയ്യും. ലോഡ് കറൻറ്റ് ഇൻക്രീസ് ചെയ്യുമ്പം ജനർ കറൻറ്റ് IZ ഡിക്രീസ് ചെയ്യും അല്ലേ? ലോഡ് കറൻറ്റ് ഇൻക്രീസ് ചെയ്തു, ദെൻ ജനർ കറൻറ്റ് ഡിക്രീസ് ചെയ്യും. അപ്പം ഇവിടുന്ന് പോകുന്ന സപ്ലൈ കറൻറ്റ് ഫിക്സഡ് ആണ്, അതിൽ മാറ്റം വരുന്നില്ല. ലോഡ് റെസിസ്റ്റൻസ് കുറയുമ്പോൾ ഈ വരുന്ന സപ്ലൈ കറൻറ്റിലെ മേജർ കറൻറ്റും ഏതിലൂടെ ഫ്ലോ ചെയ്യും? ലോഡ് റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യും. അപ്പം ജനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് കുറവാണ്. ഈ ഒരു സമയത്ത് IS കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുകയാണ്. സോ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RS എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം VS എന്ന് പറയുന്നത് ഫിക്സഡ് ആണ്. VS ഫിക്സഡ് ആണ്. ദെൻ
വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് ആർ എസ് എന്ന് പറയുന്നതും കോൺസ്റ്റൻ്റ് ആണ്. സോ പിന്നെ വരുന്നത് ഏതാണ്? സെനർ എന്തായിരിക്കും? കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ദെൻ നെക്സ്റ്റ് കേസ് എന്ന് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യാം. അപ്പം ലോഡ് റെസിസ്റ്റൻസ് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് RL ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? ലോഡ് കറൻറ്റ് ഡിക്രീസ് ചെയ്യും. ലോഡ് കറൻറ്റ് ഡിക്രീസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മേജർ കറൻറ്റ്, ലോഡ് കറൻറ്റ് ഡിക്രീസ് ചെയ്യുമ്പോൾ മേജർ കറൻറ്റ് ഏതിലൂടെ ഫ്ലോ ചെയ്യും? സെനർ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യും. ആ സമയത്തും കറൻറ്റ് ത്രൂ ദ കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ കോൺസ്റ്റൻ്റ് ആണ്. സോ അവിടുത്തെ വോൾട്ടേജ് ഡ്രോപ്പും കോൺസ്റ്റൻ്റ് ആണ്. വോൾട്ടേജ് ഡ്രോപ്പ് കോൺസ്റ്റൻ്റ് ആവുമ്പം സെനർ വോൾട്ടേജും കോൺസ്റ്റൻ്റ് ആയിരിക്കും. സോ സെക്കൻഡ് കേസിലും നമുക്ക് എന്ത് തന്നെ കിട്ടും? ഇതേ കേസ് തന്നെ കിട്ടും. കാരണം കറൻറ്റ് വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ കോൺസ്റ്റൻ്റ് ആണ് രണ്ട് കേസിലും. സോ സെനറിൽ ഉണ്ടാവുന്ന വോൾട്ടേജ് ഡ്രോപ്പും കോൺസ്റ്റൻ്റ് ആയിരിക്കും. അപ്പം ഇതാണ് സെക്കൻഡ് കേസിൽ വരുന്നത്. അപ്പം സെക്കൻഡ് കേസ് പറയുന്നത് ലോഡ് റെസിസ്റ്റൻസ് കൂടുന്ന സമയത്ത് ലോഡ് കറൻറ്റ് കുറയും. ലോഡ് കറൻറ്റ് കുറയുമ്പം മാക്സിമം ISലെ മേജർ എമൗണ്ട് കറൻറ്റ് ഏതിലൂടെ ഫ്ലോ ചെയ്യും? സെനറിലൂടെ ഫ്ലോ ചെയ്യും. അപ്പോഴും IS ഫിക്സഡ് ആണ്. അപ്പോൾ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RS ഫിക്സഡ് ആണ്. സോ വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RS ഫിക്സഡ് ആകുമ്പം സെനറിലുണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് എന്തായിരിക്കും? ഫിക്സഡ് ആയിരിക്കും. ദെൻ സെക്കൻഡ് കേസ്, ഇതിൻ്റെ സെക്കൻഡ് കേസിലെ സെക്കൻഡ് പാർട്ട്, ലോഡ് റെസിസ്റ്റർ ഡിക്രീസ് ചെയ്യുന്ന കേസ്. ലോഡ് റെസിസ്റ്റർ ഡിക്രീസ് ചെയ്യുമ്പം എന്ത് നടക്കും? IL ഇൻക്രീസ് ചെയ്യും. IL ഇൻക്രീസ് ചെയ്യുമ്പം സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് കുറയും. അപ്പം മേജർ പോർഷൻ ഇൻപുട്ട് കറൻറ്റിന് മേജർ പോർഷൻ ഏതിലൂടെ ഫ്ലോ ചെയ്യും? ലോഡ് റെസിസ്റ്ററിലൂടെ ഫ്ലോ ചെയ്യും. അപ്പോഴും IS കോൺസ്റ്റൻ്റ് ആണ്, വോൾട്ടേജ് ഡ്രോപ്പ് അക്രോസ് RS കോൺസ്റ്റൻ്റ് ആണ്. സോ സെനർ വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആണ്. സോ രണ്ട് കേസിലും നമുക്ക് VS = VRS + VZ. VRS കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് സെനർ വോൾട്ടേജും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇങ്ങനെയാണ് സെനർ ഡയോഡ് വോൾട്ടേജ് റെഗുലേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഫസ്റ്റ് കേസ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നത്. സെക്കൻഡ് കേസ് ലോഡ് റെസിസ്റ്റൻസ് വേരി ചെയ്ത് കഴിഞ്ഞാലും റെഗുലേഷൻ എങ്ങനെ നടക്കുന്നതാണ്. അപ്പം ഹിയർ ദ ഇൻപുട്ട് വോൾട്ടേജ് ഈസ് കെപ്റ്റ് ഫിക്സഡ് ആൻഡ് ദ ലോഡ് റെസിസ്റ്റൻസ് വേരീസ്. The variation of load resistance changes the current through it, thereby changing the voltage across it. When the load resistance decreases, load current increases. This causes the zener current to decrease. As a result of this, input current and voltage drop across series resistance remains constant. Thus, the load voltage is kept constant. On the other hand, if the load resistance increases, the load current decreases. As a result of this, the zener current increases. This again keeps the value of input current and voltage drop across series resistance constant. Thus, the voltage remains constant. ദെൻ നമുക്ക് അടുത്ത് ചെയ്യേണ്ടത് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കൺട്രോളിങ് റെസിസ്റ്റർ നമ്മൾ യൂസ് ചെയ്യുന്നു. അതിൻ്റെ വാല്യൂ നമുക്കൊന്ന് ഡിസൈൻ ചെയ്യണം. അപ്പോൾ അതിൻ്റെ വാല്യൂ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു രണ്ട് കാര്യം എന്ന് പറയുന്നത്, ഇൻപുട്ട് വോൾട്ടേജ് മിനിമം ആവുന്ന സമയത്ത് ലോഡ് കറൻറ്റ് മാക്സിമം ആയിരിക്കും. അപ്പോൾ സഫിഷ്യൻറ്റ് കറൻറ്റ് നമുക്ക് സെനർ ഡയോഡിലേക്ക് സപ്ലൈ ചെയ്യണം. ഇൻപുട്ട് വോൾട്ടേജ് മിനിമം ആയിരിക്കുന്ന കേസിൽ, അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് മിനിമം ആയിരിക്കുന്ന സമയത്ത് എന്തുണ്ടാവും? ലോഡ് കറൻറ്റ് മാക്സിമം ആയിരിക്കും. ആ സമയത്തും നമ്മൾ ഇൻപുട്ട് വോൾട്ടേജ് മിനിമം ആവുന്ന സമയത്തും സെനർ ഡയോഡിലേക്ക് നമ്മൾ കൊടുക്കുന്ന കറൻറ്റ് ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കറൻറ്റ് അതിലേക്ക് എത്തണം. ഇതേപോലെ തന്നെയാണ് ഇൻപുട്ട് വോൾട്ടേജ് മാക്സിമം ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ ലോഡ് കറൻറ്റ് മിനിമം ആയിരിക്കും. ആ സമയത്ത് ലോഡ് കറൻറ്റ് മിനിമം ആവുമ്പം മാക്സിമം കറൻറ്റ് സെനർ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യും. മാക്സിമം കറൻറ്റ് സെനർ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുമ്പോഴും അതിൻ്റെ റേറ്റഡ് കറൻറ്റിനേക്കാളും കൂടുതലാവാൻ പാടില്ല. റേറ്റഡ് കറൻറ്റിനേക്കാളും കൂടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയോഡ് ഡാമേജ്ഡ് ആവും. ഈ ഒരു രണ്ട് കണ്ടീഷൻ നമുക്ക് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നോക്കാനുണ്ട്. അപ്പോൾ ഫസ്റ്റ് വണ്ണാണ് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിനെ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ സെനർ ഡയോഡിലൂടെ മാക്സിമം കറൻറ്റ് ഫ്ലോ ചെയ്യുന്നത് അസ്യൂം ചെയ്യും. അപ്പം സെനർ ഡയോഡിലൂടെ മാക്സിമം കറൻറ്റ് ഫ്ലോ ചെയ്യുന്ന സമയത്ത് സെനർ കറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ് വരുന്നത്? സപ്ലൈ കറൻറ്റ് മൈനസ്
സപ്ലൈ കറൻറ്റ് മൈനസ് ലോഡ് കറൻറ്റാണ്. ഇവിടെ IZ എന്ന് പറയുന്നത് മാക്സിമാണ്. അപ്പം IZ മാക്സിമം എന്ന് പറയുമ്പം സപ്ലൈ കറൻറ്റ് എന്തായിരിക്കണം? മാക്സിമം ആയിരിക്കണം. സപ്ലൈ കറൻറ്റ് VS എന്ന് പറയുന്നത് മാക്സിമം IS നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. IS എന്ന് പറയുന്നത് VS മൈനസ് VZ ഡിവൈഡ് ബൈ RS. അത് തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. VS മൈനസ് VZ ഡിവൈഡഡ് ബൈ RS മൈനസ് IL. ഇവിടെ ജനറലിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് മാക്സിമം ആവുമ്പം ലോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് എന്തായിരിക്കും? മിനിമം ആയിരിക്കും. ദെൻ ഇതേപോലെ നമുക്ക് ജനറലിലൂടെ ഫ്ലോ ചെയ്യുന്ന മിനിമം കറൻറ്റ് നോക്കാം. ജനറലിലൂടെ ഫ്ലോ ചെയ്യുന്ന മിനിമം കറൻറ്റ് എന്ന് പറയുമ്പം എങ്ങനെ വരും? സപ്ലൈ വോൾട്ടേജ് അവിടെ മിനിമം ആയിരിക്കും. സപ്ലൈ വോൾട്ടേജ് മിനിമം മൈനസ് VZ ഡിവൈഡഡ് ബൈ RS മൈനസ് IL മാക്സിമം. ജനറലിലൂടെ മിനിമം കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പം മാക്സിമം കറൻറ്റ് ലോഡിലൂടെ ഫ്ലോ ചെയ്യും. നമുക്കറിയാവുന്നതാണ്, സർക്യൂട്ടിനകത്ത് ജനറലിലൂടെ മിനിമം കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ മാക്സിമം കറൻറ്റ് ലോഡിലൂടെ ഫ്ലോ ചെയ്യും. ജനറലിലൂടെ മാക്സിമം കറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ മിനിമം കറൻറ്റ് ലോഡിലൂടെ ഫ്ലോ ചെയ്യും. അത് തന്നെയാണ് നമ്മളിവിടെ ഈ ഡിസൈനിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തത്. സെയിം കൺസെപ്റ്റ്. നമുക്ക് വേണ്ട എന്താണ്? കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പം ഇവിടെ ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ലോഡ് റെസിസ്റ്റൻസും വേരി ചെയ്യുന്നുണ്ട്. അപ്പോൾ കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ നമുക്കൊരു പെർട്ടിക്കുലർ ഫിക്സഡ് വാല്യൂ എടുക്കുന്നതിനേക്കാൾ ഒരു പെർട്ടിക്കുലർ റേഞ്ചിനകത്തുള്ള വാല്യൂ നമുക്ക് ഡിസൈൻ ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ചെയ്യുന്നത്, ഇതിൽ നിന്ന് നമുക്ക് RSൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് ഇക്വേഷൻ ഉണ്ട്, ഇക്വേഷൻ 1 ആൻഡ് ഇക്വേഷൻ 2. ഈ 1ൽ നിന്നും 2ൽ നിന്നും നമുക്ക് RSൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പം ഫസ്റ്റ് വൺ നമുക്ക് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിൻ്റെ മിനിമം വാല്യൂ നോക്കാം. RS മിനിമം വാല്യൂ. മിനിമം വാല്യൂ നമുക്ക് കണ്ടുപിടിക്കുന്നത് എപ്പോഴാണ്? നമുക്ക് മിനിമം വാല്യൂ കിട്ടുക? RS മിനിമം ആവുന്നത് VS മാക്സിമം മൈനസ് VZ ഡിവൈഡഡ് ബൈ IZ മാക്സിമം പ്ലസ് IL മിനിമം. ഇത് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഇക്വേഷനിൽ നിന്നാണ്. ഫസ്റ്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഈ ഫസ്റ്റ് ഇക്വേഷൻ IZ മാക്സിമം ഈക്വൽ ടു VS മാക്സിമം മൈനസ് VZ ഡിവൈഡ് ബൈ RS മൈനസ് IL. ഇതിൽ IZ മാക്സിമം ഈ മൈനസ് IL എന്ന് പറയുന്ന ഈ ഒരു ടേമിനെ നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം. അപ്പോൾ IZ മാക്സിമം പ്ലസ് IL മിനിമം നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടുന്ന് RS ഈക്വൽ ടു എന്താ കിട്ടുക? VS മാക്സിമം മൈനസ് VZ ഡിവൈഡഡ് ബൈ IZ മാക്സിമം പ്ലസ് IL മിനിമം നമുക്ക് കിട്ടും. ഇത് നമുക്ക് ഇവിടെ ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ അതാണ്. RS മിനിമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VS മാക്സിമം മൈനസ് VZ ഡിവൈഡ് ബൈ IZ മാക്സിമം പ്ലസ് IL മിനിമം. ഇതേപോലെ നമുക്ക് എന്തെഴുതാം? കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിൻ്റെ മാക്സിമം വാല്യൂ. മാക്സിമം വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RS മാക്സിമം ഈക്വൽ ടു സെക്കൻഡ് ഇക്വേഷൻ നമുക്ക് എടുക്കുമ്പം VS മിനിമം മൈനസ് VZ ഡിവൈഡഡ് ബൈ IZ മിനിമം പ്ലസ് IL മാക്സിമം. അപ്പം കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിന് നമുക്ക് രണ്ട് വാല്യൂ കിട്ടി, മിനിമം വാല്യൂ, മാക്സിമം വാല്യൂ. സോ നമ്മൾ RSൻ്റെ വാല്യൂ എടുക്കുന്നത് RS മിനിമം ലെസ് ദാൻ RS മാക്സിമം. കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിനെ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അതൊരു പെർട്ടിക്കുലർ റേഞ്ചിലാണ് നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്, RS മിനിമം തൊട്ടിട്ട് RS മാക്സിമം വരെ. ഇതാണ് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിൻ്റെ ഡിസൈൻ. IZ ഈക്വൽ ടു നമ്മുടെ ബേസിക് കൺസെപ്റ്റാണ്, കിർച്ചോഫ് കറൻറ്റ് ലോ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. ബേസിക് കൺസെപ്റ്റ് IS ഈക്വൽ ടു IZ പ്ലസ് IL. ഇവിടെ വരുന്ന ഇൻപുട്ട് കറൻറ്റ്
ഐ എസ് എന്ന് പറയുന്ന ഇൻപുട്ട് കറൻറ്റ് ഐ എസ് ഈക്വൽ ടു ഐ സെഡ് പ്ലസ് ഐ എൽ, സം ഓഫ് കറൻറ്റ് എൻട്രിങ് ഇൻ ടു എ നോഡ് ഈക്വൽ ടു സം ഓഫ് കറൻറ്റ് ലീവിങ് ഫ്രം എ നോഡ്. ഈ നോഡിലേക്ക് എൻ്റർ ചെയ്യുന്ന കറൻറ്റാണ് ഐ എസ്. ആ നോഡിൽ നിന്ന് ലീവ് ചെയ്യുന്ന കറൻറ്റുകളാണ് ഐ സെഡ് ആൻഡ് ഐ എൽ. അപ്പം ഐ സെഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് നമുക്ക് കിട്ടുക? ഇതിൽ നിന്ന് ഐ സെഡ് ഈക്വൽ ടു ഐ എസ് മൈനസ് ഐ എൽ. അപ്പം ഐ എസ് മൈനസ് ഐ എൽ. അപ്പം അത് തന്നെയല്ലേ നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്, ഐ എസ് മൈനസ് ഐ എൽ. അപ്പം കിർച്ചോഫ് കറൻറ്റ് ലോ ആണ് നമ്മളിവിടെ അപ്ലൈ ചെയ്യുന്നത്. കിർച്ചോഫ് കറൻറ്റ് ലോ, സം ഓഫ് കറൻറ്റ് എൻട്രിങ് ഇൻ ടു എ നോഡ് ഈക്വൽ ടു സം ഓഫ് കറൻറ്റ് ലീവിങ് ഫ്രം എ നോഡ്. ഇങ്ങനെയാണ് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിൻ്റെ വാല്യൂ ഡിസൈൻ ചെയ്യുന്നത്. ഇനി ഒരു എക്സാമ്പിൾ നോക്കാം. ഫോർ എ സെനർ ഷണ്ട് റെഗുലേറ്റർ, സെനർ വോൾട്ടേജ് ഈക്വൽ ടു 10 വോൾട്ട്. ദെൻ കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്ററിൻ്റെ വാല്യൂ തന്നിട്ടുണ്ട് 1 കിലോ ഓം, ലോഡ് റെസിസ്റ്റർ തന്നിട്ടുണ്ട് 2 കിലോ ഓം, ആൻഡ് ദ ഇൻപുട്ട് വോൾട്ടേജ് വേരീസ് ഫ്രം 22 to 40 വോൾട്ട്. ഫൈൻഡ് ദ മാക്സിമം വാല്യൂ ആൻഡ് മിനിമം വാല്യൂ ഓഫ് സെനർ കറൻറ്റ്. കറൻറ്റിൻ്റെ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ആണ് പറഞ്ഞിട്ടുള്ളത്, കറൻറ്റ് വാല്യൂസ് ആണ് പറഞ്ഞിട്ടുള്ളത്. സോ നമുക്കൊന്ന് നോക്കാം. സെനർ ഷണ്ട് റെഗുലേറ്ററിനകത്ത് തന്നിട്ടുള്ള വാല്യൂസ് ആണ്. സെനർ വോൾട്ടേജ് വി സെഡ് ഈക്വൽ ടു 10 വോൾട്ട് തന്നിട്ടുണ്ട്. ആൻഡ് കറൻറ്റ് ലിമിറ്റിംഗ് റെസിസ്റ്റർ ആർ എസ് ഈക്വൽ ടു 1 കിലോ ഓം തന്നിട്ടുണ്ട്. ആൻഡ് ലോഡ് റെസിസ്റ്റർ ഈക്വൽ ടു 2 കെ ഓം എന്നും തന്നു. ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നത് 22 to 40 ആണ്. അപ്പം വി എസ് ആണ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ്. അതിൻ്റെ മിനിമം വാല്യൂ ആണ് 22 എന്ന് പറയുന്നത്. അതേപോലെ തന്നെ സപ്ലൈ വോൾട്ടേജിൻ്റെ മാക്സിമം വാല്യൂ ആണ് 40 വോൾട്ട് എന്ന് പറയുന്നത്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താണ്? ഫൈൻഡ് ദ മാക്സിമം ആൻഡ് മിനിമം വാല്യൂ ഓഫ് സെനർ കറൻറ്റ്. മാക്സിമം വാല്യൂ ഓഫ് സെനർ കറൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു? ഐ സെഡ് മാക്സിമം ഈക്വൽ ടു വി എസ് മാക്സിമം മൈനസ് വി സെഡ് ഡിവൈഡഡ് ബൈ ആർ എസ് മൈനസ് ഐ എൽ മിനിമം. അപ്പം ഐ എൽ മിനിമം വരുന്നുണ്ട്. ഇവിടെ നമ്മുടെ കയ്യിൽ ഏതൊക്കെയുണ്ട്? വി എസ് മാക്സിമം കയ്യിലുണ്ട്, വി സെഡ് കയ്യിലുണ്ട്, ദെൻ ആർ എസ് കയ്യിലുണ്ട്. പക്ഷേ ഐ എൽ മിനിമം ലോഡ് കറൻറ്റ് കയ്യില്ല. അപ്പം നമുക്ക് മിനിമം ലോഡ് കറൻറ്റ് കണ്ടുപിടിക്കണം. ലോഡ് കറൻറ്റ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? ഐ എൽ ഈക്വൽ ടു ഇൻപുട്ട് വോൾട്ടേജ് ആണ് വേരി ചെയ്യുന്നത്. അപ്പം ലോഡ് കറൻറ്റ് ഫിക്സഡ് ആണ്. അപ്പോൾ ഐ എൽ എന്താണ്? ഫിക്സഡ് ആണ്. ഐ എൽ ഫിക്സഡ് ആകുമ്പം ഐ എൽ ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? വി എൽ ലോഡ് വോൾട്ടേജ് ഇവിടെ എന്താ വരുന്നത്? സെനർ വോൾട്ടേജ് തന്നെയാണ്. വി സെഡ് ഡിവൈഡഡ് ബൈ ആർ എൽ. വി സെഡ് എന്താണ്? 10 ഡിവൈഡ് ബൈ ആർ എൽ എന്ന് പറയുമ്പം 2K ഈക്വൽ ടു 5 മില്ലി ആംപിയർ ആണ് വരിക. അപ്പോൾ ലോഡ് കറൻറ്റ് 5 മില്ലി ആംപിയർ. അത് നമ്മൾ എന്ത് ചെയ്യണം? ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ നമുക്ക് സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന മാക്സിമം കറൻറ്റ് കിട്ടും. ഇനി ഇതേപോലെ നമുക്ക് സെനറിലൂടെ ഫ്ലോ ചെയ്യുന്ന മിനിമം കറൻറ്റ് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മുടെ ഇക്വേഷൻ എടുക്കുക. നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്ന ഇക്വേഷനാണ് ഐ സെഡ് മിനിമം ഈക്വൽ ടു വി എസ് മിനിമം മൈനസ് വി സെഡ് ഡിവൈഡ് ബൈ ആർ എസ് മൈനസ് ഐ എൽ മാക്സിമം. ഇവിടെ ഐ എൽ എന്താണ്? കോൺസ്റ്റൻ്റ് ആണ്. കാരണം ലോഡ് ഫിക്സഡ് വാല്യൂ ആണ്, ഇൻപുട്ട് വോൾട്ടേജ് വേരി ചെയ്യുന്നുള്ളൂ. സോ നമ്മളിതിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമുക്ക് ആൻസർ കിട്ടും. അപ്പം അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. സെനർ വോൾട്ടേജ് തന്നു, ഐ എൽ കണ്ടുപിടിച്ചു. ഐ എൽ ഈക്വൽ ടു വി സെഡ് ഡിവൈഡഡ് ബൈ ആർ എൽ. വി സെഡ് തന്നിട്ടുണ്ട് 10 വോൾട്ട്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, 10 വോൾട്ടാണ്. 10 വോൾട്ട് ഡിവൈഡഡ് ബൈ 2 × 10⁻³ 2 കിലോ ഓം ആണ്. കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കിലോ എന്ന് പറഞ്ഞാൽ 10⁻³ അപ്പം 10 ഡിവൈഡഡ് ബൈ 2 × 10⁻³ ഈക്വൽ ടു 5 × 10⁻³ എന്ന് വെച്ചാൽ 5 മില്ലി ആംപിയർ. ദെൻ നമ്മളിത് ചെയ്തു. മാക്സിമം കറൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇക്വേഷനിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. വി എസ് മാക്സിമം മൈനസ് വി സെഡ് ഡിവൈഡ് ബൈ ആർ എസ് മൈനസ് ഐ എൽ മിനിമം. വി എസ് മാക്സിമം സപ്ലൈ വോൾട്ടേജ് തന്നിട്ടുണ്ട് 14, സെനർ വോൾട്ടേജ് തന്നിട്ടുണ്ട് 10,
ദെൻ നമ്മുടെ കറണ്ട് ലിമിറ്റിംഗ് റെസിസ്റ്റർ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ആണ് 1 കിലോ ഓം. ആൻഡ് ലോഡ് കറണ്ട് തന്നിട്ടുണ്ട്, കറണ്ട് കണ്ടുപിടിച്ചു 5 മില്ലി ആംപിയർ. സോ നമുക്ക് ആൻസർ 25 മില്ലി ആംപിയറിന് കിട്ടും. ദെൻ നമുക്ക് അടുത്ത് കണ്ടുപിടിക്കുന്നത് മിനിമം വാല്യൂ ഓഫ് സെറൻ കറണ്ട് ആണ്. മിനിമം വാല്യൂയുടെ ഇക്വേഷനാണ് IZ മിനിമം ഈക്വൽ ടു VS മിനിമം മൈനസ് VZ ഡിവൈഡ് ബൈ RS മൈനസ് IL മാക്സിമം. അവിടെ VS മിനിമം എന്ന് പറഞ്ഞാൽ എന്താണ്? 22 ആണ്. VZ 10 ആണ്. RS 1K ആണ്. ദെൻ IL നമ്മൾ കണ്ടുപിടിച്ചു 5 മില്ലി ആംപിയർ. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് 7 മില്ലി ആംപിയർ. സോ ജനറൽ ഡയോഡിലൂടെ ഫ്ലോ ചെയ്യുന്ന കറൻറ്റ് മിനിമം 7 മില്ലി ആംപിയറും മാക്സിമം 25 മില്ലി ആംപിയറുമാണ് വരുന്നത്. അപ്പം ഇത്രയാണ് സെനർ വോൾട്ടേജ് റെഗുലേറ്ററിൻ്റെ അകത്ത് വരുന്നത്.